160-6, 40-2. ഇതാണ് അമിത്ഷായുടെ പുതിയ തിയറി. കേരളത്തെക്കുറിച്ച് തന്നെയാണ്. കേരളത്തിൽ എന്താണ് BJPയുടെ രാഷ്ട്രീയ തന്ത്രം എന്ന് വെച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രൂപത്തിലാണ് കേരളത്തിൽ BJP തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറു രൂപമാണ് നേരത്തെ പറഞ്ഞത് 160-6, 40-2 എന്ന്. 160 സീറ്റുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളായി BJP കണക്കാക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായി തോക്കുന്ന സീറ്റുകളാണ്. പരമ്പരാഗതമായി തോക്കുന്ന സീറ്റുകളിൽ 160 എണ്ണത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് BJPയുടെ തീരുമാനം. അമിത്ഷായാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 6 സീറ്റ് കേരളത്തിലുള്ളതാണ്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശ്ശൂർ, പാലക്കാട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശ്ശൂർ, പാലക്കാട്, ഈ 6 സീറ്റുകൾ. അതിനുശേഷം അതിൽ നിന്ന് വീണ്ടും ഒരു അരിച്ചെടുക്കൽ നടത്തുന്നുണ്ട് അമിത്ഷാ. അങ്ങനെയാണ് 40-2 എന്ന രൂപത്തിലേക്കുള്ള മറ്റൊരു സമവാക്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 40 സീറ്റ് ജയിച്ചിരിക്കും. ഈ 160-ൽ 40 സീറ്റിൽ ജയിച്ചിരിക്കണം. അതിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അമിത്ഷാ. ആ 40-ൽ 2 എണ്ണം കേരളത്തിലുള്ളതാണ്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ. ഈ 2 സീറ്റുകൾ അത് ജയിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇപ്പോൾ അമിത്ഷായും BJPയും. അതിൻ്റെ ഭാഗമായുള്ള വിവിധ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ഈ BJP നേതൃത്വത്തിൻ്റെ തിങ്ക് ടാങ്കുകൾ രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശ് പ്രഖ്യാപിച്ചത്. എന്താണത്? എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിക്കുക എന്നത്. ഡിസംബർ ക്രിസ്മസ് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സന്ദർശനം നടത്തുക എന്ന്. മണിപ്പൂരിൽ നടന്നത് എന്താണ് എന്ന് കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലുണ്ടാകണം. അത് മായ്ച്ചു കളയാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. നേരത്തെ ഇങ്ങനെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും BJP നേതാക്കൾ സമ്മാനങ്ങളുമായി പോയിരുന്നു. അതിനുശേഷമാണ് മണിപ്പൂർ നാം കണ്ടത് എന്താണ് BJPയുടെ യഥാർത്ഥ സ്വഭാവമെന്ന്. അതുതന്നെയാണ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്. ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോയി ക്രൈസ്തവരെ നേരിട്ട് കണ്ട് BJPയിലേക്ക് കൊണ്ടുവരിക എന്ന നിലപാടിലേക്ക്. അത് കേരളത്തിലെ ക്രൈസ്തവർ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും കയറി വരുമ്പോൾ ആരും ആട്ടിപ്പുറത്താക്കില്ല. കയറി ഇരിക്കാൻ പറയും. ഏത് ശത്രു വീട്ടിൽ കയറി വന്നാലും അവരെ സ്വീകരിക്കുക എന്നത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഒരു ചായ കൊടുക്കലിൽ ഒതുങ്ങും എല്ലാം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അതാണ് ഒന്നാമത്തെ തന്ത്രം. രണ്ടാമത്തെ തന്ത്രം എന്താണ്? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പരമാവധി മണ്ഡലത്തിൽ ആശങ്കയുണ്ടാക്കുക, ആളുകളുടെ ഇടയിൽ ഭീതി പരത്തുക എന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ അവിടെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ED നടത്തുന്ന ശ്രമങ്ങളൊക്കെ നാം കണ്ടതാണ്. തിരുവനന്തപുരത്ത് കണ്ടല ബാങ്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തും എന്തെങ്കിലും നടത്തിയെടുക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് ED. കാരണം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് CPI ആണ്. CPI നേതൃത്വം കൊടുക്കുന്ന ബാങ്കാണ് കണ്ടല ബാങ്ക്. അതുകൊണ്ട് കണ്ടല ബാങ്കിനെ പിടിച്ച് CPIയെ തന്നെ ഒന്ന് ഉലച്ചു കളയാം എന്ന്. അതേപോലെ തന്നെ തൃശ്ശൂരിൽ കരുവന്നൂർ ബാങ്കിനെ മുൻനിർത്തി CPIM നേതൃത്വത്തെ തന്നെ ഒന്ന് ഉലച്ചു കളയാം. ഇതാണ് അവരുടെ രാഷ്ട്രീയ നീക്കം. പക്ഷെ കേരളമാണ് ഇത് എന്ന് ഇതുവരെയും ഈ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായില്ലേ എന്ന ചോദ്യമാണ് അവരോട് ചോദിക്കാനുള്ളത്. നാം കണ്ടതല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ തന്നെ ഇപ്പോൾ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ 5-6 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും ഓടിയില്ലേ? ഇതാ ഇപ്പോൾ കുരുക്ക് മുറുകുന്നു. മന്ത്രിയെ പിടിക്കുന്നു, മന്ത്രി അറസ്റ്റിൽ, എപ്പോൾ അറസ്റ്റിലാകും എന്നൊക്കെ ചോദിച്ച് വാർത്തകൾ നൽകിയില്ലേ നമ്മുടെ ED കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ച് വാർത്തകൾ മെനയാൻ ഇവിടെ മാധ്യമങ്ങൾ തിരക്ക് കൂട്ടിയില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. ഈ ഗിമ്മിക്കുകളെല്ലാം ഉത്തരേന്ത്യയിൽ മതി, ദക്ഷിണേന്ത്യയിൽ നടക്കില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ തീരെ നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതാണ് കേരളം. ഈ ഗിമ്മിക്കുകൾ, ഈ തട്ടിപ്പുകളെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിയുന്നവരാണ് മലയാളികൾ. എല്ലായിടത്തും എന്നതുപോലെ ഇവരുടെ ചാണകക്കുഴിയിൽ ചിലർ വീണിട്ടുണ്ടാകും, ചിലർ വീഴാൻ കാത്തിരിക്കുന്നുമുണ്ടാകും. അവർ വീഴട്ടെ,
വീണവർ അവിടെ കിടക്കട്ടെ. പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങളും പുറത്തു തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് ഈ 2 സീറ്റ് എന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് എന്നേ BJP നേതൃത്വത്തോട് പറയാനുള്ളൂ. ഇത് കേരളമാണ്. കയ്യിൽ കിട്ടിയ സീറ്റ് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത BJP ആണ് കേരളത്തിലുള്ളത്. അവരാണ് ഇനിയിപ്പോൾ 2 ലോക്സഭാ സീറ്റ് പിടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. ചിരിപ്പിച്ചു കൊല്ലും BJP നേതൃത്വം എന്നേ പറയാനുള്ളൂ. അങ്ങനെ പറയരുത്. കേരളത്തിലെ BJP നേതൃത്വത്തിന് കാര്യങ്ങൾ അറിയാം. ഇനിയും മാറ്റി പറയേണ്ടി വരും. ചിരിപ്പിച്ചു കൊല്ലും നമ്മുടെ അമിത്ഷാ എന്ന്. അതാണ് ഇപ്പോൾ കേരളത്തിൽ BJP തന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അമിത്ഷാ നേരിട്ട് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആളുകളെ ചിരിപ്പിക്കും, ചിരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നേ പറയാനുള്ളൂ.